വളരെയേറെ ത്യാഗവും ക്ലേശവും സഹിച്ചാണ് സന്യാസി സംഘം സ്ഥാപിതമായത്. അത് സംബന്ധിച്ച് ധർമ്മസംഘത്തിൽ ആദ്യത്തെ സെക്രട്ടറിയായി പ്രവർത്തിച്ച സ്വാമി ധർമ്മതീർത്ഥർ ഇപ്രകാരം എഴുതുന്നു: ഇങ്ങനെ ഒരു സംഘം സ്ഥാപിക്കുന്നതിന് ഇതിനു മുമ്പ് പല ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ച ഉടനെ അതിന് പല ആലോചനകളും നടക്കുകയുണ്ടായി. ശ്രീനാരായണ ധർമ്മസംഘം എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുന്നതിന് സത്യവ്രത സ്വാമികൾ ചില കരടു നിയമങ്ങൾ ഉണ്ടാക്കി. ശ്രീ ബോധാനന്ദ സ്വാമികളെ അനന്തരഗാമിയായി അഭിഷേകം ചെയ്തു. ബിൽപത്രം എഴുതിയപ്പോൾ ഒരു സന്യാസി സംഘം ഉണ്ടാക്കിയിരിക്കേണ്ടതാണെന്ന് ബിൽപത്രത്തിൽ വ്യക്തമായി ഗുരുദേവൻ സൂചിപ്പിച്ചു. അതിനുശേഷം ശ്രീനാരായണ ധർമ്മസംഘം എന്ന പേരിൽ സന്യാസിമാരെല്ലാവരും ചേർന്ന് ഒരു സഭയുണ്ടാക്കുന്നതിന് തീർച്ചയാക്കി. ചില നിശ്ചയങ്ങൾ ചെയ്തതായി കാണുന്നുണ്ട്. പിന്നീട് ശ്രീനാരായണ മിഷൻ എന്ന പേരിൽ ഒരു പ്രവർത്തന സംഘത്തെ രൂപീകരിച്ച് ചില ശ്രമങ്ങളും ചെയ്തു. 1102 ഒരു സന്യാസി സംഘം സ്ഥാപിക്കുന്നതിന് ഗുരുദേവൻ്റെ കൽപ്പനപ്രകാരം ചില അന്തേവാസികൾ ആലോചനകൾ ആരംഭിക്കുകയും കരടു നിയമങ്ങൾ ഉണ്ടാക്കി അച്ചടിച്ച് അഭിപ്രായത്തിനായി സർവശ്രീ എം ഗോവിന്ദൻ ജഡ്ജി, സി രാമൻ തമ്പി ജഡ്ജി, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, മൂർക്കോത്ത് കുമാരൻ, ശ്രീ കൃഷ്ണൻ വക്കീൽ, കെ അയ്യാക്കുട്ടി ജഡ്ജി മുതലായ പലർക്കും അയച്ചു കൊടുക്കുകയും ചിലരെല്ലാം അഭിപ്രായങ്ങൾ അയച്ചു തരികയും ചെയ്തു. ഈ ആലോചനകൾ നടക്കുന്ന അവസരത്തിലാണ് ഗുരുദേവൻ 1101 ഇടവത്തിൽ സിലോൺ സഞ്ചാരത്തിനായി പുറപ്പെട്ടത്. ക്രിസ്തുമസ് മുടക്കുകാലത്ത് ആലുവയിൽ വച്ച് ആലോചന നടത്തി വേണ്ടത് ചെയ്യുന്നതിന് സന്യാസിമാരെയെല്ലാം ക്ഷണിച്ചു വരുത്തണമെന്ന് ആജ്ഞാപിച്ചതനുസരിച്ച് എഴുത്തുകൾ അയച്ചെങ്കിലും പലർക്കും വന്നു ചേരാൻ സാധിക്കായകയാൽ ഒന്നും നടന്നില്ല. ഇപ്രകാരം അവ്യവസ്ഥിതമായ രീതിയിൽ മാസങ്ങൾ പിന്നെയും മുന്നോട്ടു നീങ്ങി. രാമവർമ്മ തമ്പാൻ തുടങ്ങി ഒട്ടനവധി അഭ്യുദയകാംക്ഷികളെ ക്ഷണിച്ചു വരുത്തി ഗുരുദേവൻ അവരുമായൊക്കെ സംഭാഷണം നടത്തുകയുണ്ടായി. ആ അവസരത്തിലാണ് തൃശ്ശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ സി പരമേശ്വര മേനോൻ BA LLB ഗുരുദേവൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചത്. നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനും സംഘാടകനും പണ്ഡിതനുമായിരുന്ന പരമേശ്വര മേനോൻ്റെ സാന്നിധ്യം സന്യാസി ശിഷ്യന്മാരുടെ ഇടയിൽ പുതിയൊരുണർവ് സൃഷ്ടിച്ചു എന്നു തന്നെ പറയാം. അദ്ദേഹത്തെ ഗുരുദേവൻ ശിവഗിരി മഠത്തിൻ്റെ മാനേജരായി നിയമിച്ചു. അദ്ദേഹം രാജ്യത്തിൻ്റെ നാനാഭാഗത്തുമായി ചിതറിക്കിടന്നിരുന്ന സന്യാസി ശിഷ്യന്മാരെ ഗുരുദേവൻ്റെയും ബോധാനന്ദ സ്വാമികളുടെയും കൽപ്പന പ്രകാരം കൂർക്കഞ്ചേരി അദ്വൈതാശ്രമത്തിലേക്ക് ക്ഷണിച്ചു. എല്ലാവരും എത്തിച്ചേർന്നില്ലെങ്കിലും വന്നു ചേർന്നവരെ മുൻനിർത്തി സംഘസ്ഥാപനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിച്ചു. അത് 1103 ധനുവാസം 23-നായിരുന്നു. അന്ന് പകൽ മുഴുവൻ ചർച്ച ചെയ്തിട്ടും തീരുമാനങ്ങൾ ഒന്നുമായില്ല. ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് മടങ്ങുവാൻ നിശ്ചയിച്ചു. ആ അവസരത്തിൽ ഒരു ശിഷ്യൻ ഗുരുവിനെ സമീപിച്ച് പ്രണമിച്ച് ഇപ്രകാരം ഉണർത്തിച്ചു: ശിഷ്യൻ, തൃപ്പാദങ്ങൾ ഇന്ന് ആലുവയ്ക്ക് മടങ്ങിയാൽ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. അത് സങ്കടമാണ്. ഗുരു: ഇത്ര ദിവസമായി ആലോചന അവസാനിച്ചില്ലല്ലോ. ഇങ്ങനെ ആലോചന തുടങ്ങിയിട്ട് വളരെ കാലമായി. ശിഷ്യൻ: ഇന്ന് ആലോചന അവസാനിക്കും. തൃപ്പാദങ്ങൾ ഇന്നുകൂടി ഇവിടെ വിശ്രമിക്കാതിരുന്നാൽ വലിയ കഷ്ടമായിരിക്കും. ഗുരു ബോധാനന്ദ സ്വാമികളെ നോക്കി: എന്താ, ഇന്ന് ഒപ്പിടുവാൻ സാധിക്കുമോ? ബോധാനന്ദ സ്വാമി: ഉവ്വ്, ഇന്ന് ഒപ്പിടാം. ഗുരു: എന്നാൽ ഇന്നുകൂടി ഇവിടെ ഇരിക്കാം. അന്ന് രാത്രി 8 മണിയായി. ഗുരുദേവൻ ആശ്രമത്തിൻ്റെ വരാന്തയിൽ ധ്യാനനിഷ്ഠയിലെന്നവണ്ണം വിശ്രമിക്കുന്നു. ഒരു നിലവിളക്ക് അവിടുത്തെ തിരുസന്നിധിയിൽ നല്ലവണ്ണം ജ്വലിച്ച് കത്തിക്കൊണ്ടിരുന്നു. അതിനു സമീപം ധർമ്മസംഘത്തിൻ്റെ മെമ്മോറാണ്ടവും മറ്റു പ്രമാണങ്ങളും
എഴുത്തു സാമഗ്രികളും വച്ചിരിക്കുന്നു. ഗുരു: ഒപ്പിടാറായോ? ശിഷ്യൻ: നിയമങ്ങളെല്ലാം പാസ്സായി. തുടർന്ന് 1. ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ, 2. ശ്രീമദ് ഗോവിന്ദാനന്ദ സ്വാമികൾ, 3. സുഗുണാനന്ദഗിരി സ്വാമികൾ, 4. മാമ്പലം വിദ്യാനന്ദ സ്വാമികൾ, 5. പി പരമേശ്വര മേനോൻ അതായത് സ്വാമി ധർമ്മതീർത്ഥർ, 6. നരസിംഹ സ്വാമികൾ, 7. ആത്മാനന്ദ സ്വാമികൾ, 8. ശങ്കരാനന്ദ സ്വാമികൾ, 9. രാമാനന്ദ സ്വാമികൾ, 10. നീലകണ്ഠൻ ബ്രഹ്മചാരി തുടങ്ങി അന്നവിടെ ഹാജരായിരുന്ന ശിഷ്യന്മാർ മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ട് സംഘാംഗങ്ങളായി. 11. പി നടരാജൻ മാസ്റ്റർ അതായത് നടരാജഗുരു സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും ഒപ്പിടാതെ ഒഴിഞ്ഞുമാറി നിന്നു. അതുവരെയും അവിടെയുണ്ടായിരുന്ന ഗുരുവിൻ്റെ ആദ്യത്തെ വിദേശ ശിഷ്യനായ സ്വാമി ഏണസ്റ്റ് കർക്ക് തത്സമയത്ത് സ്ഥലത്തില്ലാതിരുന്നതിനാൽ സംഘത്തിലെത്തിച്ചേരുവാൻ സാധിച്ചില്ല. എല്ലാം മംഗളകരമായി അവസാനിച്ചപ്പോൾ ഗുരുദേവൻ മന്ദസ്മേരവദനായി പറഞ്ഞു: സംഘമായല്ലോ, ഇനിയെല്ലാം സംഘം, നാളെ രജിസ്റ്റർ ചെയ്യണം. ധർമ്മസംഘത്തിന് ആവശ്യമായ നിയമങ്ങൾ എഴുതിയുണ്ടാക്കുവാൻ ഗുരുദേവൻ ചില നിയമജ്ഞന്മാരോട് മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു. ഭാരിച്ച ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ അവർക്കാർക്കും തന്നെ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ ആശ്രമ നിയമത്തിന് ഇത്ര പ്രയാസമോ, നാം ഉണ്ടാക്കാം എന്ന് ഗുരു അരുളിയതിനു ശേഷം 5 പദ്യങ്ങൾ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്തു. അതാണ് പ്രസിദ്ധമായ ആശ്രമം എന്ന കൃതി. സംഘത്തിൻ്റെ ഭരണാധികാരികളും അംഗങ്ങളുമായ സന്യാസിമാർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ഗുരുദേവൻ ഈ കൃതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: ഈ ആശ്രമത്തിൽ വിദ്വാനായും മുനിയായും ഉദാരചിത്തനായും സമദൃഷ്ടിയായും ശാന്തഗംഭീരനായും സമർത്ഥനായും സദാചാരതൽപരനായും കർത്തവ്യങ്ങളെ ശീഘ്രം ചെയ്യുന്നവനായും മടിയില്ലാത്തവനായും ഇരിക്കുന്ന ഒരു ഗുരു ഉണ്ടായിരിക്കണം. ആ ഗുരു ആശ്രമത്തിൻ്റെ നേതൃത്വത്തെ സ്വീകരിച്ച് നല്ലൊരു സഭ ഉണ്ടാക്കണം. ആ സഭയിൽ ആരെല്ലാം ചേരുന്നുവോ അവരെല്ലാം സഹോദര ഭാവന ഉള്ളവരായിരിക്കണം. ഈ ആശ്രമത്തിൽ എങ്ങനെയോ അതുപോലെ തന്നെ ദേശം തോറും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വിദ്യാലയങ്ങളും ആശ്രമങ്ങളും സഭകളും ഉണ്ടാക്കണം. ഇതിന് ഓരോന്നിനും വിദഗ്ധമായ ഓരോ നായകൻ ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൂടി ചേർന്നതിന് അദ്വൈതാശ്രമം എന്നു പേര്. ആത്മീയ നിവൃത്തിക്ക് വേണ്ടി മാത്രം ആധ്യാത്മസാധന അനുഷ്ഠിക്കുന്ന ഒരു സംഘം സന്യാസിമാരെ വാർത്തെടുക്കുക മാത്രമായിരുന്നില്ല ഗുരുദേവൻ സന്യാസി സംഘ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ആശ്രമം എന്ന കൃതിയിലെ ഉദ്ബോധനം കൊണ്ട് മനസ്സിലാക്കാം. ആശ്രമാധ്യക്ഷനായ ഗുരു ലോകസേവകൻ കൂടിയായി മാറണം. അതിൻ്റെ ഭാഗമായി ദേശം തോറും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി സഭകളും ആശ്രമങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിതമാകണം. കർത്തവ്യങ്ങളെ ശീഘ്രം ചെയ്തുകൊണ്ട് ദീനദയാലുവും പരോപകാരിയുമായി സർവദാ ആത്മനിഷ്ഠനായി ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ മുഴുകണം. ഗുരുദേവൻ്റെ ഈ സന്യാസ ആദർശ സങ്കല്പം സാക്ഷാത്കരിക്കുവാൻ അവിടുത്തെ സന്യസ്ത ശിഷ്യപരമ്പര പ്രതിജ്ഞാബദ്ധമാകേണ്ടതുണ്ട്. ശിവഗിരി മഠം സ്ഥാപിക്കുന്ന വേളയിൽ 1904 അദ്വൈത ജീവിതം എന്ന പേരിൽ ഗുരു നൽകിയ സന്ദേശത്തിൽ ആത്മീയതയും ലൗകികതയും രണ്ടും രണ്ടല്ല, രണ്ടും ഒരേ ലക്ഷ്യത്തോടു കൂടി ഉള്ളതാണ്. മനുഷ്യജീവൻ്റെ സുചിരമായ പുരോഗതിക്ക് രണ്ടിൻ്റെയും ഏകോപിപ്പിച്ചുള്ള പ്രവൃത്തി ആവശ്യമാണ് എന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. എല്ലാ സഭകളുടെയും സംഘടനകളുടെയും ലക്ഷ്യം ഇതാകണമെന്നും ഗുരു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗുരുദേവൻ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്ന കാലത്ത് സ്ത്രീകൾക്ക് സന്യാസം വിധിച്ചിരുന്നില്ല. ഉപനിഷത്തുകളിൽ ആധ്യാത്മജീവിതം നയിച്ച അനവധി സ്ത്രീരത്നങ്ങളെ കാണുവാനാകും. പിന്നീട് ന സ്ത്രീ ശൂദ്രൗ വേദമധീയേതാം, സ്ത്രീയും ശൂദ്രനും വേദം പഠിക്കാൻ പാടില്ല എന്ന വിധിയെ
ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണത്തിലൂടെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഗുരുദേവനാകട്ടെ അറിവതിനിങ്ങനെ ആർക്കുമോതിടേണം എന്ന് ഉപദേശിക്കുന്നു. ജാതി, കുല, ഗോത്ര, സ്ത്രീ, പുരുഷ വ്യത്യാസമില്ലാതെ ആധ്യാത്മവിദ്യ യോഗ്യതയുള്ള എല്ലാവർക്കുമായി ഉപദേശിക്കണം എന്നാണ് ഗുരുവിൻ്റെ പക്ഷം. പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും സന്യാസം വരിച്ച് ജീവിക്കാമെന്നും ഗുരുദേവൻ ഉപദേശിക്കുന്നു. ശാന്ത്യാദിസാധനവതി നിത്യാനിത്യ വിവേകിനി വിരക്ത വനിതായോഷിത് പുംവത് സന്യാസമർഹതി. സാധന ചതുഷ്ടയ സമ്പത്തിയുള്ള ഏതൊരു സ്ത്രീക്കും പുരുഷനെപ്പോലെ തന്നെ സന്യാസ ജീവിതം വരിക്കാവുന്നതാണ്. സ്ത്രീകൾക്കായി ഒരു കന്യകാമഠം സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നതായി ഗുരു വിളംബരം ചെയ്തിരുന്നു. വിദുഷികളായ ചില ഭക്തകളെ ഗുരുദേവൻ അതിനായി ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ ഗുരു സങ്കൽപ്പിച്ച പ്രകാരമുള്ള പ്രസ്തുത കന്യകാമഠം ഇതുവരെയും സ്ഥാപിതമായിട്ടില്ലെന്ന് ഖേദത്തോടു കൂട്ടി മാത്രമേ നമുക്ക് സ്മരിക്കാനാവൂ. പറവൂരിനടുത്ത് പല്യാത്തുരുത്തിൽ സ്വാമിനി അമൃതമാതയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ സേവികാശ്രമം പ്രവർത്തിച്ചു വരുന്നു. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷമായ ശ്രദ്ധ ഈ വിഷയത്തിൽ ആഴത്തിൽ പതിയണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചു കൊള്ളട്ടെ. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആശ്രമങ്ങളും സ്ഥാപനങ്ങളും കൂടി ഉൾപ്പെടുന്നതാണ് ഗുരുവിൻ്റെ അദ്വൈതാശ്രമ സങ്കല്പം എന്ന് ആശ്രമം എന്ന കൃതിയിലും കാണാനാകും. ഗുരുദേവൻ ആശ്രമം എന്ന കൃതിയിൽ അരുളി ചെയ്ത യോഗ്യതകൾ എല്ലാം ഉണ്ടായിരുന്ന മഹാത്മാവായിരുന്നു ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ. ഗുരുവിൻ്റെ അനന്തരഗാമിയായ സ്വാമികളെ ശിവഗിരി മഠാധിപതിയായും ധർമ്മസംഘത്തിൻ്റെ ആദ്യത്തെ പരമാധ്യക്ഷനായും സ്വാമി ധർമ്മതീർത്ഥരെ സെക്രട്ടറിയായും ഗോവിന്ദാനന്ദ സ്വാമികളെ ഖജാൻജിയായും നിയമിച്ചു. സംഘത്തിൻ്റെ തുടർന്നുള്ള സ്കീം തയ്യാറാക്കിയത് നല്ലൊരു നിയമജ്ഞൻ കൂടിയായ സ്വാമി ധർമ്മതീർത്ഥർ തന്നെയായിരുന്നു. സംഘത്തിൻ്റെ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരുന്ന ഒരവസരത്തിലാണ് സന്യാസി എന്നാൽ ആര് എന്ന ചോദ്യം സംഗതമായി വന്നത്. സ്വാർത്ഥം വെടിഞ്ഞ് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യുന്നവർ സന്യാസിമാരാണ്. സന്യാസി എന്നാൽ പരോപകാരി, ത്യാഗി എന്നർത്ഥം. സന്യാസിക്ക് കാഷായം ആവശ്യമുണ്ടോ എന്ന മറ്റൊരു ചോദ്യത്തിന് ഗുരുദേവൻ മൊഴിഞ്ഞു. വേഷത്തെ ആശ്രയിച്ച് സന്യാസം ഇരിക്കുന്നില്ലെങ്കിലും ഒരു യഥാർത്ഥ സന്യാസിക്ക് കാഷായ വേഷം ഇട്ടതുകൊണ്ട് യാതൊരു കുറ്റമോ കുറവോ തോന്നുവാൻ വകയില്ല. വേഷമില്ലാതെ ഇരുന്നാൽ കാര്യങ്ങൾക്ക് ഒരു നെറിയും കുറിയുമില്ലാതെയായി പോകുന്നതിനും ഇടയുണ്ട്. ഒരു രാജാവിന് കിരീടം വേണമെന്ന് കരുതുന്നത് പോലെ സന്യാസിക്ക് സന്യാസി വേഷം യോജിച്ചതായി കരുതാം. രാജാവല്ലാത്തയാൾ കിരീടം ധരിച്ചാൽ ഒരിക്കലും അയാൾ രാജാവാകുകയില്ലല്ലോ. വേറൊരവസരത്തിൽ സിലോണിൽ കടൽ തീരത്തുള്ള ഒരു ബുദ്ധമത കേന്ദ്രത്തിൽ വിശ്രമിക്കുന്ന ഗുരുദേവൻ പി നടരാജന് കാഷായ നിറത്തിലുള്ള ഒരു വസ്ത്രം സമ്മാനിച്ചുകൊണ്ട് അരുളി ചെയ്തു. ബാഹ്യലോകത്തിന് മനസ്സിലാകുന്ന തരത്തിൽ ഒരു ജീവിത മാതൃകയുണ്ട്. അത് സാമുദായിക അർത്ഥത്തിലുള്ളതാണ്. ആഭ്യന്തര ജീവിതത്തെ ഇതിൽ നിന്നും വേർതിരിച്ചറിയേണ്ടതാണ്. നഗരത്തിലെ നാൽക്കവലകളിൽ വാഹനഗതാഗതം നിയന്ത്രിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ ഔദ്യോഗിക വേഷം ധരിച്ചില്ലെങ്കിൽ ഓടിവരുന്ന വണ്ടികൾ അയാളുടെ നിയന്ത്രണത്തിന് വിധേയമാകാതെ അയാളെ തന്നെ തട്ടിമറിച്ചിട്ടുകൊണ്ട് കടന്നുപോയെന്ന് വരാം. തൻ്റെ കൃത്യനിർവഹണത്തെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വേഷം പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ആ വേഷം അയാളുടെ ആന്തരിക ഭാവത്തിന് യാതൊരു മാറ്റവും വരുത്തുന്നില്ല. മറ്റൊരവസരത്തിൽ സന്യാസിമാരുടെ സാമൂഹിക വ്യവഹാരത്തെക്കുറിച്ച് സാമാന്യ ജനങ്ങളുടെ ഇടയിൽ സന്യാസിമാരും ലോകമര്യാദകൾ പാലിച്ചിരിക്കണം എന്ന് ഗുരു ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. സർവതന്ത്ര സ്വതന്ത്രമായ വ്യക്തിത്വമാണ് ഒരു സന്യാസിക്കുള്ളത്. സന്യാസിമാർ അർത്ഥനഗ്നരായും ചിലപ്പോൾ കൗപീനമാത്രധാരികളായും ദിഗംബരരായും സിദ്ധിജാലങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ട് വ്യവഹാരാതീതമായ നിലയിൽ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ വ്യവഹരിക്കാറുണ്ട്. സർവതന്ത്ര സ്വതന്ത്രനായ താൻ നിയമവ്യവസ്ഥകൾക്കും ആചാരമര്യാദകൾക്കും അതീതനാണെന്ന അഹമ്മതി
പ്രകടിപ്പിക്കാറുണ്ട്. മറ്റു ചിലരാകട്ടെ ബ്രഹ്മധ്യാനപരായണന്മാരായി വ്യവഹാരാതീതമായ പരമ്പൊരുളിനോട് അഭേദമായ നില കൈവരിച്ചവരാണ്. അവരും ലോകവ്യവഹാരത്തിൽ ചരിക്കേണ്ടത് വിധിവത് വിധി പോലെ ലോകമര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കണമെന്ന് ഗുരുദേവന് അഭിപ്രായമുണ്ടായിരുന്നു. ഗുരുവിൻ്റെ പ്രവൃത്തികൾ തീർച്ചയായും ശിഷ്യഗണങ്ങൾക്ക് മാതൃകയാകേണ്ടതാണ്. ശിഷ്യർ അനുവർത്തിക്കേണ്ടത് ഗുരുവിനെയാണ്. വിശ്വമനസ്സുമായി താദാത്മ്യം പ്രാപിച്ച ഒരു വിശ്വമാനവന് മാത്രമേ ഇങ്ങനെ പറയാനാകൂ. എല്ലാവർക്കും നന്ദി.